എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള PSC വരാൻ പോകുന്ന LDC LGS പരീക്ഷകൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ 10th ലെവൽ മെയിൻ പരീക്ഷകളിലും പ്രിലിം പരീക്ഷയിലും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനു മുമ്പ് 2021 മുതൽ ഇങ്ങോട്ട് 2024 ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടങ്ങളിലൊക്കെ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ചോദ്യങ്ങൾ, അവയ്ക്ക് കേരള PSC നൽകിയിരിക്കുന്ന ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ, ഇതാണ് നമ്മൾ ഓരോ വീഡിയോ ക്ലാസ്സിലൂടെയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന LDC LGS പരീക്ഷയുടെ സിലബസ് ഇതിനു മുമ്പ് നടന്ന പരീക്ഷയുടെ സിലബസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2021 ശേഷം കേരള PSC പുതിയ സിലബസിലേക്ക് കടന്നു വന്നതിന് ശേഷം നടത്തിയ പരീക്ഷയിലെ ചോദ്യങ്ങളിലെ പല ചോദ്യങ്ങളും വീണ്ടും ആവർത്തിച്ച് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാം. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക വഴി എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നും, നമ്മൾ പഠിക്കുന്ന പല ടോപ്പിക്കുകളിൽ നിന്നും എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക എന്നും, ഒപ്പം ഈ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ, അതില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ചോദ്യ പേപ്പറിലെ ഒരു 25ഓളം GK ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഒപ്പം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, PSC എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ നമ്മളൊന്ന് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യ പേപ്പറിൽ 26ാമത്തെ ചോദ്യമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. 25ാമത്തെ ചോദ്യം വരെയുള്ള കാര്യങ്ങൾ ഇന്നലെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 26ാമത്തെ ചോദ്യമാണ്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ആരെന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ പാലിത്തച്ചൻ, ഓപ്ഷൻ ബി ശക്തൻ തമ്പുരാൻ, ഓപ്ഷൻ സി പരീക്ഷരാജ, ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. ഓപ്ഷൻ സി പരശുരാജ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1906, 1916, 1936, 1946. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എത്രയോ തവണ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമായിട്ടുള്ള ഒരു ചോദ്യമാണ്. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. നമുക്കറിയാം, അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആരാണെന്ന് PSC ചോദിക്കാറുണ്ട്. സർ CP രാമസ്വാമി അയ്യറാണ്. അദ്ദേഹം പ്രഖ്യാപിച്ച അമേരിക്കൻ മോഡൽ ഭരണത്തിന് എതിരായിട്ട് ഉയർന്നു വന്നതാണ് പുന്നപ്ര വയലാർ സമരം 1946. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് ജില്ലയിലാണെന്ന് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. കേരള PSC പരീക്ഷയിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെയും നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. അതോടൊപ്പം തന്നെ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് VS അച്യുതാനന്ദനാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് പരീക്ഷയിലൊക്കെ ചോദിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് കൂടെ പറയാം. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ആരാണ്? വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കറാണ്. CK കുമാരപ്പണിക്കറാണ് വയലാർ സ്റ്റാലിൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ജാതി വ്യവസ്ഥയുടെ കർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ചട്ടമ്പിസ്വാമികളുണ്ട്, സ്വാമി വിവേകാനന്ദനുണ്ട്, അയ്യങ്കാളിയുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസനുണ്ട്. എത്രയോ തവണ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കേരളം ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചു നമ്മുടെ കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ കർക്കശ്യം കണ്ടിട്ട്. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം 1892. 1892 സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ പേരെന്താണെന്ന് PSC പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. നരേന്ദ്രനാഥ ദത്ത എന്നതാണ് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ പേര്. നരേന്ദ്രനാഥ ദത്ത എന്നതാണ് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ പേര്. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്? എന്നാണ് ദേശീയ യുവജന ദിനം? ഈ 2 ചോദ്യങ്ങളും PSC റിപ്പീറ്റായി ചോദിക്കുന്നത് തന്നെയാണ്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 യുവജന ദിനമായിട്ട് നമ്മുടെ രാജ്യം ആചരിക്കുന്നത്. കേരള PSC പരീക്ഷയിൽ സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഡേറ്റ് ആണ് 1893 സെപ്റ്റംബർ മാസം 11 എന്ന് പറയുന്ന തീയതി. ഈ ഒരു തീയതി ഞാനിവിടെ എഴുതിയപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഫാക്ട് കടന്നു വന്നിട്ടുണ്ടാകും. 1893 സെപ്റ്റംബർ 11 ലോകപ്രസിദ്ധമായ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത ചിക്കാഗോ ലോക മതസമ്മേളനം നടക്കുന്നത്.
സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ ലോക മതസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന തീയതിയാണ് 1893 സെപ്റ്റംബർ 11. ചിക്കാഗോ ലോക മതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രാജാ രവിവർമ്മയാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പഠിക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1939 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയോ തവണ PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ഓപ്ഷനിൽ കെ കേളപ്പൻ, ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ, കെ മാധവൻ നായർ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കെ കേളപ്പനാണ്. 1931 എന്ന് പറയുന്ന വർഷം ഓർത്തിരിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘടന ഏതാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് KPCC ആണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടു, നേതൃത്വം നൽകിയ വ്യക്തി എന്നാണെങ്കിൽ കെ കേളപ്പനാണ്. അതിന് നേതൃത്വം നൽകിയ ആ ഒരു സംഘടന ചോദിക്കുകയാണെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, KPCCയുടെ പൂർണ്ണ രൂപം ചോദിച്ചാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നതാണ് KPCCയുടെ പൂർണ്ണ രൂപം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊന്നാണ്, ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1931 നവംബർ 1-ാം തീയതിയാണ്. 1931 നവംബർ 1-ാം തീയതിയാണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ. കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ്. 1932 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധിജിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ എന്താണ് പിന്നീട് നിരാഹാരം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് SCRT പോയിന്റ് ആണ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് പൊന്നാനി താലൂക്കിൽ എന്താണ് ജനഹിത പരിശോധനയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏത് താലൂക്കിലാണ് ഈ പറയുന്ന ജനഹിത പരിശോധന നടന്നതെന്ന് വെച്ചാൽ അന്ന് പൊന്നാനി താലൂക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന എവിടെ നടന്നിട്ടുണ്ട്? പൊന്നാനി താലൂക്കിൽ നടന്നിട്ടുണ്ടെന്ന കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ KPCC ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കിയ സമ്മേളനം ചോദിക്കാറുണ്ട്. KPCCയുടെ സമ്മേളനങ്ങളിൽ 1931 വടകര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കിയ സമ്മേളനം KPCC 1931 വടകര സമ്മേളനം. ഇത്തരം കാര്യങ്ങൾ കേരള PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി, വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതെന്നാണ്? ലോകസഭയാണോ, രാജ്യസഭയാണോ, ഗ്രാമസഭയാണോ, നിയമസഭയാണോ? ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഗ്രാമസഭയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്ന ഗ്രാമസഭയാണ് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗ്രാമസഭയാണ്. ഗ്രാമസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സമിതിയാണ്. ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സമിതിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 243A പ്രകാരമാണ് ഗ്രാമസഭകൾ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 243A ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 243A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഒരിക്കൽ കൂടി പറയാം, ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 243A. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം ഗ്രാമസഭ, വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന വേദി ഗ്രാമസഭ. ഗ്രാമസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സമിതിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡും ഓരോ ഗ്രാമസഭയാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും എന്താണ് ഈ ഗ്രാമസഭയിൽ അംഗങ്ങളാണെന്ന കാര്യം ഓർക്കുക. ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്ന ആരാണ്? വാർഡ് മെമ്പറാണ്. അതോടൊപ്പം തന്നെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആരായിരിക്കും? പഞ്ചായത്ത് പ്രസിഡന്റും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആരായിരിക്കും? പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റും ആയിരിക്കും. ഒരിക്കൽ കൂടി പറയാം, ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്ന അതാത് വാർഡിലെ മെമ്പർ ആയിരിക്കും. എന്നാൽ ആ ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ആയിരിക്കും എന്ന കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ ഗ്രാമസഭയുടെ കോറം എന്ന് പറയുന്നത് ആകെ അംഗങ്ങളുടെ 10%. അതായത് ഗ്രാമസഭ ചേരണമെങ്കിൽ ആകെ അംഗങ്ങളുടെ 10% വേണം. ഇനി ഗ്രാമസഭയേക്കാൾ കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഗ്രാമപഞ്ചായത്ത് നിശ്ചയിക്കുന്ന സ്ഥലത്ത് ചേരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാമസഭയുടെ യോഗങ്ങളൊക്കെ കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും, ഒരിക്കൽ കൂടി പറയാം, ഗ്രാമസഭയുടെ യോഗങ്ങൾ കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഗ്രാമപഞ്ചായത്ത് നിശ്ചയിക്കുന്ന സ്ഥലത്ത് ചേരണമെന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമ്മുടെ
വാർഡുകളിലൊക്കെ ഇത്തരത്തിൽ ഗ്രാമസഭകളൊക്കെ ചേരുമ്പോൾ വീട്ടിലൊക്കെ നോട്ടീസൊക്കെ കൊണ്ട് തരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ ഇവിടെ പഠിച്ച പല പോയിന്റുകളും പുതിയ പുതിയ പോയിന്റ് ആയിരിക്കും ചിലർക്ക്. അത് പരീക്ഷയിൽ ചിലപ്പം ചോദ്യമായിട്ട് വീണ്ടും വീണ്ടും വരാവുന്നതാണ്. ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. ഒന്നാമതായിട്ട് പരിചയപ്പെടുന്നു, വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. രണ്ടാമതായി പരിചയപ്പെട്ടത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനമാണ് ഗ്രാമസഭ. മൂന്നാമതായി പരിചയപ്പെട്ടു ഗ്രാമസഭ ഒരു സ്ഥിരം സമിതിയാണ്. നാലാമതായി പരിചയപ്പെട്ടു ആർട്ടിക്കിൾ 243A മറക്കാതെ ഓർത്തിരിക്കുക. എന്താണ് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, അത് രൂപീകരിച്ചിരിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഓരോ പഞ്ചായത്തിലെ ഓരോ വാർഡും എന്താണ് ഓരോ ഗ്രാമസഭയാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും എന്താണ് ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഇനി ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? വാർഡ് മെമ്പറാണ്. എന്നാൽ അതിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആരാണ്? ആ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരിക്കും. ഇനി അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആരാണ്? വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഇനി ഗ്രാമസഭ ചേരുവാനുള്ള കോറം എന്ന് പറയുന്ന ആളുടെ 10%. അപ്പൊ ആകെ അംഗങ്ങളുടെ 10% ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചേരാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഗ്രാമസഭാ യോഗങ്ങൾ കുറഞ്ഞപക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഗ്രാമപഞ്ചായത്ത് നിശ്ചയിക്കുന്ന സ്ഥലത്ത് ചേരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് നിശ്ചയിക്കുന്ന സ്ഥലത്ത് ഗ്രാമസഭയുടെ യോഗങ്ങൾ കുറഞ്ഞപക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ചേർന്നിരിക്കണം. ഇത്തരം കാര്യങ്ങൾ എന്താണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാവുന്നതാണ്. ഇനി അടുത്തത്, ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു, ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞ ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മഹാത്മാഗാന്ധിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, SCERT-യിൽ പറഞ്ഞ 2 പോയിന്റും കൂടി ഇവിടെ ഒന്ന് പറയുകയാണ്, എന്നോടൊപ്പം ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരനെന്ന് വിളിക്കാമെന്ന് പറഞ്ഞ ആരാണെന്നാണ് ചോദ്യം. ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞ ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ആരാണ്? അരിസ്റ്റോട്ടിലാണ്. രണ്ടാമത്, ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത് എന്ന് പറഞ്ഞത് ജയപ്രകാശ് നാരായണനാണ്. ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത് എന്ന് പറഞ്ഞത് ജയപ്രകാശ് നാരായണനാണ്. അപ്പൊ 2 പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന് വിളിക്കാമെന്ന് പറഞ്ഞ അരിസ്റ്റോട്ടിലാണ്. ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞത് ജയപ്രകാശ് നാരായണനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത് എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായണനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നിയമവാഴ്ച എന്നാൽ എന്തെന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം. ഓപ്ഷൻ എയിൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരല്ല എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബിയിൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഓപ്ഷൻ സിയിൽ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയില്ല. ഓപ്ഷൻ ഡി നിയമം ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം ബാധകം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. എന്താണ് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നതാണ് നിയമവാഴ്ച എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നിയമവാഴ്ച എന്നാൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. നീതിന്യായ വിഭാഗത്തിന്റെ മുഖ്യ ചുമതലകൾ ഇവിടെ കൃത്യമായിട്ട് SCERT ലിസ്റ്റിട്ട് പറയുന്നുണ്ട്. ഒന്ന് പറയാം, നിയമവാഴ്ച സംരക്ഷിക്കുക. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത് വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. നാലാമതായി പറയുന്നത് നിയമപരമായ തർക്കങ്ങൾ തീർപ്പാക്കുക. അഞ്ചാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യം ഒരു വ്യക്തിയുടെയോ സംഘത്തിന്റെയോ സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴിമാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് എന്ത് നീതിന്യായ വിഭാഗത്തിന്റെ മുഖ്യ ചുമതലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിന് ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. ആ നീതിന്യായ വിഭാഗത്തിന്റെ കുറെ ചുമതലകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന് ഓർത്തിരിക്കുക, നമ്മളിവിടെ പഠിച്ച നിയമവാഴ്ച സംരക്ഷിക്കുക. രണ്ട് എന്താണ് നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക. മൂന്ന് എന്താണ് വ്യക്തികളുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുക. നാലെന്താണ് നിയമപരമായി തർക്കങ്ങൾ തീർപ്പാക്കുക. അഞ്ചെന്താണ് ജനാധിപത്യം ഒരു വ്യക്തിയുടെയോ സംഘത്തിന്റെയോ സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴിമാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ നീതിന്യായ വിഭാഗത്തിന്റെ ചുമതലകളായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരെയും ഒരുപോലെ സംരക്ഷിക്കും. നിയമത്തിന് മുന്നിൽ സമത്വം എന്നത് ബ്രിട്ടീഷ് പൊതു നിയമത്തിന്റെ ഒരു ആശയവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്നത് എന്താണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുള്ള ഒരു ആശയമാണ്. അപ്പൊ നമ്മുടെ ഭരണഘടനയിലേക്ക് നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ്
ഭരണഘടനയിൽ നിന്നാണ്. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അതേ സമയത്ത് നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്നത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. നിയമത്തിന് മുന്നിൽ സമത്വം എന്നത് നമ്മൾ കടം കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അതേ സമയത്ത് നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്നത് നാം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് നമ്മുടെ ഭരണഘടന എടുക്കുകയാണെങ്കിൽ നമ്മുടെ മൗലികാവകാശം എന്ന് പറയുന്ന ഭാഗത്ത് ആർട്ടിക്കിൾ 14 കൃത്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണ് എന്ത്? ഇക്വിറ്റി ബിഫോർ ലോ. ഇക്വിറ്റി ബിഫോർ ലോ, അതുപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. ഇക്വിറ്റി ബിഫോർ ലോ, അതുപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നിവിടെ പറയുന്നുണ്ട്, നമ്മുടെ ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട്. അപ്പോൾ ഇക്വിറ്റി ബിഫോർ ലോ എന്ന് പറയുമ്പോൾ നിയമത്തിന് മുന്നിൽ സമത്വം, ആ ഒരു ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അവിടെ തന്നെ പറയുന്ന മറ്റൊന്നാണ് എന്ത്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. എന്താണ്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ രണ്ടാമതായി പറഞ്ഞ എന്താണ്? നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം. എല്ലാവർക്കും ഒരേപോലെ സംരക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ നിയമത്തിന് മുന്നിൽ ഞാനെന്നോ നീയെന്നോ വ്യത്യാസമില്ല, എല്ലാവരും തുല്യരാണ്. അപ്പോൾ അതിൽ നിയമത്തിന് മുന്നിൽ സമത്വം ബ്രിട്ടീഷ്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്ന് പറയുന്നത് അമേരിക്കയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ലോകത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങോട്ടാണ്? അമേരിക്ക പ്രൊട്ടക്ഷനായിട്ട് വരുമെന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു വെച്ചാൽ മതി. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുമ്പോൾ അമേരിക്ക, നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആണെന്ന കാര്യം ഓർക്കുക. ആർട്ടിക്കിൾ 14 കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് ആരെന്നാണ്? ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പ്രതിപക്ഷമാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകളൊക്കെ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്ന ആരാണ്? പ്രതിപക്ഷമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഒരു ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടുന്നതാണ്. ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, പ്രസ്തുത പാർട്ടിക്ക് ഈ പറയുന്ന പ്രതിപക്ഷമാകണമെങ്കിൽ ആകെ സീറ്റിന്റെ എത്ര ലഭിച്ചിരിക്കുന്നു വെച്ചാൽ 1/10 ആണ്. ആകെ സീറ്റിന്റെ 1/10 ലഭിച്ചിരിക്കണം എന്നാണ് പ്രസ്തുത പാർട്ടിക്ക് പ്രതിപക്ഷമാണെങ്കിൽ. അപ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവായിരിക്കും പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ ആക്കണമെങ്കിൽ പ്രസ്തുത പാർട്ടിക്ക് എന്താണ്? ആകെ സീറ്റിന്റെ 1/10 ലഭിച്ചിരിക്കണം. ടോട്ടൽ എത്രയാണോ അവിടെയുള്ള സീറ്റ് അതിന്റെ 1/10 ആർക്ക് ലഭിച്ചിരിക്കണം? ഈ പറയുന്ന നമ്മുടെ പാർട്ടിക്ക്, ആ ഒരു പാർട്ടിക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ആ പാർട്ടിയിലെ വ്യക്തി എന്തായിട്ട് മാറുകയുള്ളൂ? പ്രതിപക്ഷ നേതാവായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ആകെ സീറ്റ് എത്രയാണോ ആകെ സീറ്റ് അതിൻ്റെ 1/10 ലഭിച്ചിരിക്കണം. അതിൻ്റെ 1/10 ലഭിച്ചിരിക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ശില്പി, കേരള PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്ന ആരാന്ന് PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നറിയപ്പെടുന്നത് നമ്മുടെ BR അംബേദ്കർ ആണ്. എന്നാൽ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ നെഹ്റു ആണ്. അതേസമയത്ത് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ നെഹ്റു ഈ പറയുന്ന ആമുഖത്തിന്റെ ശില്പിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണെങ്കിൽ അവിടെ BR അംബേദ്കർ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സർദാർ വല്ലഭായ് പട്ടേലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് PV സിന്ധു ആണ്. അപ്പോൾ 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് PV സിന്ധു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് PV സിന്ധു ആണ്. ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാലും PV സിന്ധു ആണ്. 2016 റിയോ ഒളിമ്പിക്സിലായിരുന്നു ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് PV സിന്ധു ആണെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് PV സിന്ധു. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു PV സിന്ധു 2016 റിയോ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ഈ പറയുന്ന PV സിന്ധു എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ബോക്സിംഗ് വിഭാഗത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരമായിട്ട് വരേണ്ടത് മേരി കോം ആണ്. ബോക്സിംഗ് വിഭാഗത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മേരി കോം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ സൈന നെഹ്വാളിന് ബാഡ്മിന്റൺ വിഭാഗത്തിൽ എന്താണ് ഈ പറയുന്ന വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു വെങ്കല മെഡൽ ലഭിക്കുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് സൈന നെഹ്വാൾ ആണ്. ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ വിഭാഗത്തിൽ
ഈ പറയുന്ന വെങ്കല മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ വനിതയാണ് നമ്മുടെ സൈന നെഹ്വാൾ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇന്ത്യക്കാരിയായിട്ടുള്ള ആദ്യത്തെ വനിത എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും അവിടെ ഈ പറയുന്ന ബാഡ്മിന്റൺ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ആദ്യത്തെ വനിതയാണ് സൈന നെഹ്വാൾ. എന്നാൽ വെള്ളി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ PV സിന്ധു ആണ്. അതോടൊപ്പം നമ്മുടെ ചോദ്യം എന്താണ്, 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് PV സിന്ധു ആണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളി ഗോൾ കീപ്പർ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി PR ശ്രീജേഷ് ആണ്. അപ്പോൾ മലയാളി ഗോൾ കീപ്പർ ആരാണ്? PR ശ്രീജേഷ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക് മെഡൽ നേടിയ വർഷം ഏതാണ് ഹോക്കിയിൽ? ഇന്ത്യ ആദ്യമായിട്ട് ഹോക്കിയിൽ ഒളിമ്പിക് മെഡൽ നേടിയ വർഷം ചോദിക്കുക 1928 1928 ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായിട്ട് എന്താണ് ഒളിമ്പിക് മെഡൽ നേടുന്നത് ഹോക്കി ഇനത്തിൽ. അപ്പോൾ ഈ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ സ്വർണം നേടുമ്പോൾ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാന്ന് വെച്ചാൽ ജയ്പാൽ സിംഗ് ആണ്. ആരാണ് ആ സമയത്ത് ഇന്ത്യൻ ടീമിനെ നയിച്ചതെന്ന് വെച്ചാൽ ജയ്പാൽ സിംഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 8 സ്വർണ്ണമാണ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യ നേടിയിട്ടുള്ളത്. 1928, 32, അതുപോലെ തന്നെ 36, പിന്നെ 48, 52, 56, 60, 64, 80. അവസാനമായിട്ട് ഈ പറഞ്ഞ സ്വർണം നേടിയത് ഹോക്കിയിൽ സ്വർണം നേടിയത് 1980 കാര്യം ഓർത്തിരിക്കുക. ഇനി 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചതാണ് മൻപ്രീത് സിംഗ് ആണ്. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിച്ചത് മൻപ്രീത് സിംഗ് ആണെന്ന കാര്യം ഓർക്കുക. ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് PR ശ്രീജേഷ് ആണ്. അതിനു മുമ്പ് ആരാണ്? മാനുവൽ ഫെഡറിക് ആണ്. 1972 അദ്ദേഹം ഒളിമ്പിക് മെഡൽ നേടുന്നത്. മാനുവൽ ഫെഡറിക് ആണ്. ഇതിനു മുമ്പ് എന്താണ് ഒളിമ്പിക് മെഡൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തി. അത് 1972 മാനുവൽ ഫെഡറിക് ആണ് ഇതിനു മുമ്പ് ഒളിമ്പിക് മെഡൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. അതിനു മുമ്പ് ഒളിമ്പിക് മെഡൽ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഹോക്കി താരമായിട്ടുള്ള മാനുവൽ ഫെഡറിക് ആണ് 1972. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നമ്മുടെ ഈ സ്പോർട്സ് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കണ്ടതുകൊണ്ട് കണക്ട് ആയിട്ടൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞ ഓരോ പോയിന്റുകളും. അപ്പോൾ 8 സ്വർണ്ണമാണ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയിട്ടുള്ളത്. അവസാനം നേടിയത് 1980. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം എന്നിങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്ന 2 കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഈ 2 മേഖലയ്ക്കും എന്തായിരിക്കും പ്രാധാന്യമുണ്ട്. പൊതുമേഖലയ്ക്കും അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയ്ക്കും എന്താണ് പ്രാധാന്യമുണ്ട്. ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? ICAR, ICMR, CISR, CSIR എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് CISR എന്താണ് ഈ പറയുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തതാണ്. ഓപ്ഷൻ C ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇവിടെ ഒന്നാമത് തന്നിരിക്കുന്ന ICAR എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ്. ICAR എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ICAR എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കാർഷിക ക്ഷേമ മന്ത്രാലയത്തിന്റെ കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ICAR എന്ന് പറയുന്നത്. അപ്പോൾ ICARന്റെ ആസ്ഥാനം എവിടെയാണെന്നൊക്കെ PSC ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂഡൽഹിയിലാണ് ICARന്റെ ആസ്ഥാനം എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ICMR ഉണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നാണ് ICMR. ബയോമെഡിക്കൽ രൂപീകരണത്തിനും ഏകോപനത്തിനും പ്രോത്സാഹനത്തിനുമുള്ള ഇന്ത്യയിലെ പരമോന്നത സ്ഥാപനമാണ് ICMR എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം ഇവിടെ തന്നെയാണ്, നമ്മുടെ ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ICAR അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. എന്താണ് പൂർണ്ണരൂപം? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇനി ICMR ആണ്. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആസ്ഥാനം എവിടെ തന്നെയാണ്? ന്യൂഡൽഹിയിൽ തന്നെയാണെന്ന് കാര്യം ഓർക്കാം. പിന്നെ CSIR ഉണ്ട്. ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്ന CSIR അതെന്ന് വെച്ചാൽ എന്താണ്? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. നമ്മൾ ഈ പരിചയപ്പെട്ട 3 പേരുകൾ ഒരിക്കൽ കൂടി പറയാം. ICARഉം ICMRഉം അതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നുമാണ് യഥാക്രമം. CSIRന് ചോദിച്ചാൽ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ് CSIRന്റെ പൂർണ്ണ രൂപമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് ഇന്ത്യ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിപ്പിക്കപ്പെടുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിപ്പിക്കപ്പെടുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ വളർച്ച, ഓപ്ഷൻ ബി തുല്യത, ഓപ്ഷൻ സി സ്വാശ്രയത്വം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്.
അപ്പോൾ ഇവിടെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ചോദിക്കുക എന്നൊരു ധാരണയൊക്കെയാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ഇന്ത്യ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ സ്വാശ്രയത്വമാണ്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോളിസി ഇന്ത്യ ഗവൺമെന്റിനുമായി ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്? ലഭ്യമായ വിഭവങ്ങളൊക്കെ ഉപയോഗിച്ച്, നമ്മുടെ രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും അതുപോലെ തന്നെ വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം എന്താണ് ഇല്ലാതാക്കാനുമാണ് സ്വാശ്രയത്വം എന്ത് ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്നാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഇവിടെ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന വളർച്ച എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ ഉൽപാദന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് വളർച്ച കണക്കാക്കുന്നത്. അപ്പൊ എന്താണ് വളർച്ച കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനമാണ് വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുണ്ടല്ലോ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അവിടെ ഉള്ള ഉൽപാദന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന വളർച്ച കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തെ ലക്ഷ്യമാണ് നമ്മൾ പറഞ്ഞ സ്വാശ്രയത്വം. അപ്പൊ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഒന്ന് വളർച്ചയാണ്, രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാശ്രയത്വമാണ്. മൂന്നാമത് പറയുന്നത് തുല്യതയാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും എന്താണ് അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, അതോടൊപ്പം തന്നെ വസ്ത്രം, കുടിവെള്ളം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. ഒന്ന് വളർച്ച നമ്മൾ പറഞ്ഞു, രണ്ട് സ്വാശ്രയത്വം നമ്മൾ പറഞ്ഞു, മൂന്നാമതായിട്ട് ഇപ്പോൾ തുല്യതയാണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ നാലാമത് പറയുന്ന ആധുനികവൽക്കരണമാണ്. അപ്പൊ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് ആധുനികവൽക്കരണം. ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹിക സുരക്ഷിതത്വം, പുതിയ സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയവ എന്താണ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷിതത്വം, പുതിയ സാമൂഹിക മാറ്റങ്ങൾ, ഇതൊക്കെ എന്താണ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചോദ്യമായി കണക്ട് ചെയ്താൽ പഠിച്ചു വെച്ചേക്കാം. വളർച്ച എന്ന് പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യമാണ്. സ്വാശ്രയത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. തുല്യത എന്ന് പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ആധുനികവൽക്കരണം എന്നാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ എന്താണ് വളർച്ച, എന്താണ് സ്വാശ്രയത്വം, എന്താണ് തുല്യത, ആധുനികവൽക്കരണം എന്താണെന്നും കൂടെ നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കേൾക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ ഒക്കെ രൂപീകരണത്തിന് സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയന്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണല്ലോ, പ്രധാനമന്ത്രിയാണ് ഈ പറഞ്ഞ ആസൂത്രണ കമ്മീഷന്റെ ഒക്കെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഇനി മറ്റ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നു, കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആസൂത്രണ കമ്മീഷനിൽ. ഇനി ആസൂത്രണ കമ്മീഷനാണ് സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന് ആണിക്കല്ല് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ അതിനാണ് സമാന്തര ക്യാബിനറ്റ് എന്നും ദേശീയ വികസനത്തിന് ആണിക്കല്ലെന്നും വിശേഷിപ്പിച്ചെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ രാജ്യത്ത് എന്താണ് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചതെന്ന് വെച്ചാൽ 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് 1965 കാര്യം ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ, അതിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഉപാധ്യക്ഷനായിരുന്നു വെച്ചാൽ ഗുൽസറിലാൽ നന്ദയാണ്, ഗുൽസറിലാൽ നന്ദ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ, അതിന്റെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ ഉപാധ്യക്ഷനായിട്ട് വരുന്ന ആരാന്ന് വെച്ചാൽ ഗുൽസറിലാൽ നന്ദയാണ്. അപ്പോൾ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൈഡൊക്കെ നോക്കിയിട്ട് വായിക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഗങ്ങളാണെന്നാണ് ചോദ്യം. 1 കനത്ത വ്യവസായം, 2 വലിയ ഡാമുകളുടെ നിർമ്മാണം, 3 ഇൻഷുറൻസ്, 4 രാജ്യസുരക്ഷ. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. അതായത് സി എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് കനത്ത വ്യവസായം, അതോടൊപ്പം തന്നെ വലിയ ഡാമുകളുടെ നിർമ്മാണം. അപ്പോൾ ഇത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇതിലെല്ലാം എന്ന കാര്യം ഓർക്കുക. 1956-61 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് പ്രധാനമായിട്ടും അവർ
ഏത് മേഖലയാണ് അത് കേന്ദ്രീകരിച്ചത് എന്ന് പറഞ്ഞാൽ വ്യവസായവൽക്കരണം, അതോടൊപ്പം തന്നെ ഗതാഗത വികസനം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നമ്മുടെ ദേശീയപാതാ നിയമം 1950, ദ നാഷണൽ ഹൈവേ ആക്ട് 1956 ഒക്കെ നിലവിൽ വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കുന്നതാണ് ഭിലായി, ദുർഗാപൂർ, റൂർക്കേല എന്ന വ്യവസായശാലകൾ. അതായത് പ്രധാന വ്യവസായശാലകളായിട്ട് വരുന്ന ഛത്തീസ്ഗഡിലെ ഭിലായി, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ, അതോടൊപ്പം തന്നെ ഒഡീഷയിലെ റൂർക്കേലയൊക്കെ വരുന്നത് ഈ പറയുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് 4.5% ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. എന്നാൽ കൈവരിച്ചത് 4.27%. 4.27%. 4.5 അവിടെ എന്ത് ചെയ്യുന്നത് ലക്ഷ്യം വെച്ചത്, പക്ഷെ കിട്ടിയത് 4.27%. കാര്യം കൂടി ഓർത്തിരിക്കുക. 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? ഉത്തരമായിട്ട് വരേണ്ടത് ഒഡീഷയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരും. ഒഡീഷ സംസ്ഥാനത്ത് നിന്നാണ് ഇന്ത്യ ഈ പറഞ്ഞ മിസൈല് വിക്ഷേപിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 43ാമത്തെ ചോദ്യമായിട്ട് ഈ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനം ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഇവിടെ ആസ്ഥാനമായിട്ട് വരുന്ന പൂനെയാണ്. പൂനെ ആസ്ഥാനമായിട്ടുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ പറഞ്ഞ കോവിഷീൽഡ് വാക്സിൻ വികസിപ്പിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ കോവിഷീൽഡ് വാക്സിൻ വികസിപ്പിച്ച ഈ സ്ഥാപനമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്ത രൂപത്തിന്റെ പേര്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്ത രൂപത്തിന്റെ പേരാണ് ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്ന കേരള നടനം. PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മുടെ സിലബസ് കൃത്യമായിട്ട് ഇത് ഉൾപ്പെടുത്തുന്നുണ്ട്. കലാ, സാഹിത്യം ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്ത രൂപമാണ് കേരള നടനം എന്ന് അറിയപ്പെടുന്നത്. എന്താണ് കേരള നടനം എന്ന് പറയുന്നത്? അപ്പോൾ കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ് ആണെന്ന കാര്യം ഓർക്കുക. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എവിടെയാണ്? PSC ചോദിക്കുന്നതാണ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എവിടെയാണ്? തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവാണ്. അതുപോലെ തന്നെ ഗുരു ഗോപിനാഥ് കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ നാട്യരൂപമാണ് കേരള നടനം. ഇതൊക്കെ വേണമെങ്കിൽ ചോദ്യമായിട്ട് കടന്നു വരാം. ഗുരു ഗോപിനാഥ് കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ നാട്യരൂപമാണ് കേരള നടനം എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഗുരു ഗോപിനാഥ് കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ നാട്യരൂപമാണ് കേരള നടനം എന്ന കാര്യം ഓർക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് എയർബോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? എയർബോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ബാസ്കറ്റ് ബോൾ ആണ്. ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ടതാണ് ഈ എയർബോൾ എന്ന് പറയുന്ന ആ ഒരു ടേം. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ എയർബോൾ, ബാസ്കറ്റ് ബോൾ, എയർബോൾ, ബാസ്കറ്റ് ബോൾ. അപ്പോൾ എയർബോൾ എന്താണ്? ബാസ്കറ്റ് ബോളുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ നമ്മൾ ബാസ്കറ്റിലേക്ക് എറിയൂലോ അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. ബാസ്കറ്റിലേക്ക് എറിയും എയർബോൾ. അപ്പോൾ അവിടെ എയർബോൾ എന്ന് പറയുന്ന ഒരു ടേം ഓർത്ത് വെച്ചാൽ അത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ബാസ്കറ്റ് ബോൾ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. 1975 ഏപ്രിൽ മാസം 19 1975 ഏപ്രിൽ മാസം 19 ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ആര്യഭട്ട വിക്ഷേപിക്കുന്നത് 1975 ഏപ്രിൽ 19 വോൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രം സോവിയറ്റ് യൂണിയൻ. അവിടെ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. സോവിയറ്റ് യൂണിയനിലെ വോൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ആര്യഭട്ട വിക്ഷേപിച്ച വാഹനം ചോദിക്കുകയാണെങ്കിൽ C1 ഇന്റർകോസ്മോസ് എന്ന് പറയുന്ന വാഹനമാണ്. C1 ഇന്റർകോസ്മോസ് എന്ന വാഹനമാണ് ആര്യഭട്ട വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്.
ആ ഒരു സമയത്ത് നമ്മുടെ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? 1975 സതീഷ് ധവാനാണ്. ആരാണ്? സതീഷ് ധവാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം നമ്മൾ ചോദിച്ചാൽ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട എന്ന കാര്യം ഓർക്കുക. ഇനി രണ്ടാമത്തെ ചോദിക്കുകയാണെങ്കിലോ അത് ഭാസ്കര 1 ആണ്. എന്താണ്? ഭാസ്കര 1 ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ഭാസ്കര 1 ആണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു, ഈ പറയുന്ന ആര്യഭട്ടയൊക്കെ വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നല്ല. ആര്യഭട്ട വിക്ഷേപിച്ചത് നമ്മുടെ സോവിയറ്റ് യൂണിയനിലെ വോൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ അത് രോഹിണിയാണ്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ രോഹിണിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ ആര്യഭട്ട, ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്നാണ് ചോദ്യമെങ്കിൽ രോഹിണി, ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ ഭാസ്കര, ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ചോദിച്ചാൽ 1975 ഏപ്രിൽ 19. അതേപോലെ എവിടെ നിന്ന്? സോവിയറ്റ് യൂണിയനിലെ വോൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ്. അത് വിക്ഷേപിച്ച വാഹനം ഏതാണ്? C-1 ഇന്റർ കോസ്മോസ് ആണ്. C-1 ഇന്റർ കോസ്മോസ് എന്ന് പറയുന്ന വാഹനത്തിലാണ് അത് വിക്ഷേപിച്ചത് എന്നീ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അമ്പിളിചിരിക്കും മാനത്ത് തുമ്പചിരിക്കും താഴത്ത്, ഈ വരികൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ C ആണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത്. ONV കുറിപ്പിന്റെ വരികളാണ്. അമ്പിളിചിരിക്കും മാനത്ത് തുമ്പചിരിക്കും താഴത്ത് എന്ന് പറയുന്ന ഈ വരികൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരുടെയാണ്? നമ്മുടെ ONV കുറിപ്പിന്റെ വരികളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ ചോദ്യം 48ാമത്തെ ചോദ്യമാണ്. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആർക്കാണെന്നാണ്. MD വാസുദേവൻ നായർ, വയലാർ രാമവർമ്മ, G ശങ്കരക്കുറുപ്പ്, മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓപ്ഷൻ B ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. വയലാർ രാമവർമ്മയ്ക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ല. അപ്പം ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത തന്നിരിക്കുന്ന ലിസ്റ്റിൽ ആരാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വയലാർ രാമവർമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ വ്യക്തി ആരെന്നാണ്. 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ വ്യക്തി ആരെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? രജനീകാന്ത് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. 2019 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രജനീകാന്ത് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവാനന്ദ സംഭാവനകളൊക്കെ മാനിച്ചുകൊണ്ടാണ് ഭാരത സർക്കാർ ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവാണ് ദാദാ സാഹിബ് ഫാൽക്കെ. അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികമായ 1969 പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പോൾ എന്നാണ് ISRO ഒക്കെ രൂപീകരിച്ച വർഷമാണ്. ആ വർഷം തന്നെയാണ് ഈ ഒരു ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ആരംഭിച്ചത്. ആരുടെ ജന്മവാർഷികത്തിന് 100ാം ജന്മവാർഷികത്തിലാണ് ദാദാ സാഹിബ് ഫാൽക്കെ, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു അവാർഡും കൊടുക്കുന്നത്. ഇന്ത്യൻ ചലച്ചിത്രത്തിലെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഏർപ്പെടുത്തിയ ഈ ഒരു പുരസ്കാരം ഇന്ത്യയിലെ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിലെ ആദ്യത്തെ വിജയി, ആദ്യമായിട്ട് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ദേവിക റാണിക്കാണ്. ദേവിക റാണിക്കാണ് ഈ ഒരു പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത്. 2020 ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആശാ പരീഖിനാണ്. 2020 വേണമെങ്കിൽ ചോദിക്കാം, 2020 ലഭിച്ച ആർക്കാന്ന് വെച്ചാൽ ആശാ പരീഖാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആർക്കാണ്? ആശാ പരീഖ് എന്ന പേര് ഓർത്തിരിക്കുക. 2020 ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആശാ പരീഖാണ്. ഇനി 2021 വരുമ്പോൾ വഹീദ് റഹ്മാനാണ്. 2021 ആരാണ്? വഹീദ റഹ്മാൻ എന്ന പേര് ഓർക്കുക. 2021 വരുമ്പോൾ വഹീദ റഹ്മാൻ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ വഹീദ റഹ്മാന് 2021 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2019 രജനീകാന്ത്, ആശാ പരീഖ് 2020 ഈ ഒരു പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. ആദ്യമായിട്ട് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന 1969 ദേവിക റാണിക്കാണെന്ന കാര്യം ഓർക്കുക. ആദ്യമായിട്ട് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് 1969 ആദ്യമായിട്ട് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുന്നു. അത് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ദേവിക റാണിക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആർക്കാണ്? ദേവിക റാണിക്കാണ് ആദ്യമായിട്ട് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ തന്നെ
നമുക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ പുരസ്കാരം ലഭിച്ച വ്യക്തിത്വമാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ 2004 കാര്യം ഓർത്തിരിക്കുക. 2004 അടൂർ ഗോപാലകൃഷ്ണന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഇനി അവസാനമായി 2021 പ്രഖ്യാപിച്ചത്. അത് വഹീദ റഹ്മാൻ എന്ന പേര് ഓർക്കുക. വഹീദ റഹ്മാൻ എന്ന പേര് ഓർത്തിരിക്കുക. വഹീദ റഹ്മാൻ. അതുപോലെ തന്നെ 2020 ആണെങ്കിൽ ആശാ പരീഖ്. 2019 നമ്മൾ പരിചയപ്പെട്ടു രജനീകാന്ത്. 2018 ലഭിച്ച ആർക്കാണ്? അമിതാഭ് ബച്ചൻ ആണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 50ാമത്തെ ചോദ്യമാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 2ാം സ്ഥാനം ലഭിച്ച രാജ്യം ഏതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 2ാം സ്ഥാനം ലഭിച്ച രാജ്യം ഏതെന്നാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. ചൈനയ്ക്കായിരുന്നു 2ാം സ്ഥാനം. ടോക്കിയോ ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം ലഭിച്ചത് അമേരിക്കയാണ്. 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ചൈനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 3ാം സ്ഥാനത്ത് ജപ്പാനാണ്. 3ാം സ്ഥാനത്ത് ആരാണ്? ജപ്പാനാണ്. അപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സ് ആദ്യ സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനത്ത് വരുന്നത് ജപ്പാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. 2020 വയലാർ പുരസ്കാര ജേതാവ് ആരെന്നാണ് നമ്മുടെ ചോദ്യം. 2020 വയലാർ പുരസ്കാര ജേതാവ് ഏഴാഞ്ചേരി രാമചന്ദ്രനാണ്. 2021 വരുമ്പോൾ ബെന്നാമിനാണ്. അദ്ദേഹത്തിന് കൃതി ചോദിക്കാം. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് 2021 വയലാർ പുരസ്കാരം ലഭിച്ചത് ബെന്നാമിനാണ്. അപ്പോൾ ഇവിടെ 2020 വയലാർ പുരസ്കാര ജേതാവ് ആരെന്നാണ്. അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, ഏഴാഞ്ചേരി രാമചന്ദ്രനാണ്. അതോടൊപ്പം തന്നെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് 2021 ബെന്നാമിന് പുരസ്കാരം ലഭിച്ചു. 2022 വരുമ്പോൾ എസ് ഹരീഷിനാണ് പുരസ്കാരം ലഭിച്ചത്. കൃതി ചോദിക്കുകയാണെങ്കിൽ മീശയാണ്. അപ്പോൾ 2022 എസ് ഹരീഷിന് എന്ത് ലഭിച്ചു? വയലാർ അവാർഡ് ലഭിച്ചു. അപ്പോൾ 2022 വരുമ്പോൾ എസ് ഹരീഷിന് എന്ത് ലഭിക്കുന്നു? വയലാർ അവാർഡ് ലഭിക്കുന്നു. കൃതി ചോദിക്കുകയാണെങ്കിൽ മീശയാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ വയലാർ അവാർഡ് 2022 എസ് ഹരീഷാണ്. ഇനി 2021 വരികയാണെങ്കിൽ അവിടെ ബെന്നാമിനാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന 2020 അവിടെ കിട്ടിയിരിക്കുന്നത് ഏഴാഞ്ചേരി രാമചന്ദ്രനാണ്. വയലാർ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിനാണ്. അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ വയലാർ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് 1977 ലളിതാംബിക അന്തർജനത്തിനാണ്. 1977 ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിനാണ്. കൃതി ഏതാണ്? അഗ്നിസാക്ഷി. രണ്ടാമത് ലഭിക്കുന്നത് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്ക് പി.കെ. ബാലകൃഷ്ണനാണ്. 1978 ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്ക് പി.കെ. ബാലകൃഷ്ണന് 1978 രണ്ടാമത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നു. അപ്പോൾ ആദ്യം ലഭിച്ചു 1977. ആർക്കാന്ന് വെച്ചാൽ ലളിതാംബിക അന്തർജനമാണ്. അഗ്നിസാക്ഷി എന്ന കൃതിക്ക്. ഇനി രണ്ടാമത് നമ്മൾ പരിചയപ്പെട്ടു പി.കെ. ബാലകൃഷ്ണനാണ്. 1978. അത് കൃതി ചോദിക്കുകയാണെങ്കിൽ ഇനി ഞാൻ ഉറങ്ങട്ടെ. PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. അതുപോലെ തന്നെ ഈ വയലാർ അവാർഡൊക്കെ ലഭിച്ച വ്യക്തികൾ, അവരുടെ കൃതികൾ, അതൊക്കെയാണ് ഇപ്പോൾ PSC പരീക്ഷയിൽ ഈ കൃതി രചിച്ചത് ആരാണ് എന്ന തരത്തിൽ ചോദ്യങ്ങൾ വരുന്ന. ഇതുപോലെ മറ്റ് അവാർഡുകൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഏത് കൃതിക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൃതികൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 കൃതികൾ നമ്മൾ പഠിച്ചു. എന്താണ്? വയലാർ അവാർഡ് ലഭിച്ച എല്ലാവർക്കും അറിയാവുന്നതാണ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി. രണ്ടാമത് നമ്മൾ പഠിച്ചു PSC എപ്പോഴും ചോദിക്കുന്നതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. പി.കെ. ബാലകൃഷ്ണനാണ് അത് എഴുതിയത്. അതുപോലെ തന്നെ മൂന്നാമത് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് യന്ത്രം എന്ന കൃതിക്കാണ്. PSC ചോദിക്കാറുള്ളതാണ് യന്ത്രം എന്ന കൃതി രചിച്ച ആരാണ്. ഉത്തരമായിട്ട് വരേണ്ടത് മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ. നാലാമതായിട്ട് ഈ പുരസ്കാരം ലഭിച്ചത് തകഴിയുടെ കയർ എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പോൾ തകഴിയാണ് കയർ എന്ന കൃതി രചിച്ചത്. അതുപോലെ തന്നെ മകരക്കൊയ്ത്ത് എന്ന കൃതിക്കാണ് 5ാമതായി കിട്ടിയത്. അത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. അപ്പോൾ വൈലോപ്പള്ളി ശ്രീധരമേനോനുമായി ബന്ധപ്പെട്ടതാണ് മകരക്കൊയ്ത്ത് എന്ന് പറയുന്ന കൃതി. പിന്നെ ഉപ്പ് എന്ന കൃതിക്ക് അടുത്തത് കിട്ടി. അത് ONV കുറുപ്പാണ്. ഉപ്പ് ആരുടെ കൃതിയാണ്? ONV കുറുപ്പിന്റെ കൃതിയാണ്. പിന്നെ അവകാശികൾ എന്ന കൃതി വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന MK മേനോൻ, അദ്ദേഹം രചിച്ചതാണ് അവകാശികൾ എന്ന കൃതി. പിന്നെ അമ്പലമണി എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചു സുഗതകുമാരിക്ക്. അപ്പോൾ സുഗതകുമാരി ടീച്ചറുമായി ബന്ധപ്പെട്ടതാണ് അമ്പലമണി എന്ന കൃതി. പിന്നെ രണ്ടാം മൂഴം, അതിന് വയലാർ അവാർഡ് ലഭിച്ചു. രണ്ടാം മൂഴം ആരുടെയാണ്? MD വാസുദേവൻ നായരുടെയാണ്. പിന്നെ മറ്റൊന്നാണ് സഫലമീ യാത്ര. ആരുടെയാണ്? NN കക്കാട്. NN കക്കാടിന്റെ കൃതിയാണ് സഫലമീ യാത്ര. അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. വയലാർ അവാർഡ് ലഭിച്ച കുറച്ച് കൃതികളും അത് രചിച്ച വ്യക്തികളുടെ പേരുമാണ് ഞാനിവിടെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കി പേരുകളൊക്കെ നിങ്ങൾ സെർച്ചൊക്കെ ചെയ്ത് പഠിക്കണം. അതിൽ നിന്നൊക്കെ ആയിരിക്കും ചോദ്യം വരിക. ഇനി 2022 നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് 2022 എസ് ഹരീഷിന്റെ മീശയ്ക്ക് ലഭിച്ചു എന്നാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ചോദിക്കാം ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെണ്ടുലം എന്ന ആ ഒരു ഇതിലാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഈ പറയുന്ന ജീവിതം ഒരു പെണ്ടുലം. ജീവിതം ഒരു പെണ്ടുലം ആരുടെ ആത്മകഥ? ശ്രീകുമാരൻ തമ്പി. അതിന് വയലാർ അവാർഡ് ലഭിച്ചു 2023.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.